അങ്ങനെ ഡമസ്കസിൽ വെച്ച് സൈനബും ഈ സൈനുൽ ആബിദീനും നടത്തുന്ന ഒരു പ്രൗഢഗംഭീരമായ പ്രസംഗമുണ്ട്. അത് ചരിത്രത്തിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി. അങ്ങനെ സൈനബ് കൊട്ടാരത്തിലെത്തി യസീദിന്റെ മുഖത്ത് നോക്കി സൈനബ് പറയാണ്, നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ തടവുകാരായി പിടിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് ഭരണമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭരണം അവസാനിച്ചാലും സത്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ആളുകളുടെ പേരുകൾ എപ്പോഴും നിലനിൽക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. സത്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ആളുകളെ, നിങ്ങളുടെ ഭരണം അസ്തമിച്ചാലും നിങ്ങളുടെ അധികാരം നഷ്ടമായാലും സത്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ആളുകളുടെ പേരുകൾ എപ്പോഴും നിലനിൽക്കും എന്ന് പറയണം. നിങ്ങളോടൊപ്പം തന്നെ സൈനുൽ ആബിദീനും പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മക്കയുടെയും മിനയുടെയും പുത്രനാണ്, ഞാൻ സംസം കിണറിന്റെ പാരമ്പര്യമുള്ള ആളാണ്, എന്നെ അറിയാത്തവർ അറിഞ്ഞുകൊള്ളുക, ഞാൻ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയാണ്, ഞാൻ അലിയുടെ മകനാണെന്ന് പറഞ്ഞു, അലിയുടെ മകനാണ്, ഹുസൈന്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രൗഢഗംഭീരമായ ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തുന്നുണ്ട് ആ സദസ്സിൽ വെച്ച്. അങ്ങനെ ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവരുടെ പ്രസംഗം വല്ലാണ്ട് അസ്വസ്ഥനാക്കുന്നുണ്ട്. അവർ സൈനുൽ ആബിദീൻ പറയുന്നുണ്ട്, എന്റെ കുടുംബത്തെ നിങ്ങൾ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്, വളരെ വികാരധീനനായി പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെ അസ്വസ്ഥനായി. അപ്പം ഈ അസ്വസ്ഥത കണ്ടുകൊണ്ട് തന്നെ യസീദ് ഇവരെ പ്രസംഗം തടസ്സപ്പെടുത്തി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പ്രസംഗം നിർത്തിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് അവരെ മദീനയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലൊക്കെ സൈനബ് നേരത്തെ പറഞ്ഞ പ്രസംഗം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ പാരമ്പര്യമാണ് ഇപ്പോഴും ഇറാനികള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഈ വിലാപയാത്രയിൽ കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയോടും ഇസ്രായേലിനോടും പറയാണ്, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് ശക്തിയുണ്ട്, നിങ്ങൾക്ക് ക്ലസ്റ്റർ ബോംബറുകളുണ്ട്, നിങ്ങൾക്ക് ക്ലസ്റ്റർ ബോംബുകളുണ്ട്, നിങ്ങൾക്ക് ബോംബർ വിമാനങ്ങളുണ്ട്, നിങ്ങൾക്ക് ആണവായുധങ്ങളുണ്ട്. പക്ഷേ ജീവത്യാഗം ചെയ്യാനുള്ള നമ്മുടെ ആത്മബോധം ആർക്കില്ല, അമേരിക്കക്കോ ഇസ്രായേലിനോ ഇല്ല എന്ന് അവര് വിളിച്ചു പറയാണ്. കാരണം ഈ എല്ലാ ആധുനിക ശക്തിക്ക് മുമ്പിൽ എല്ലാ അധികാരവും സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇറാനിയൻ ജനത തോൽക്കാതെ പിടിച്ചു നിൽക്കുകയാണ്. അവർ പറയാണ്, നിങ്ങൾക്ക് നമ്മളെ കൊല്ലാൻ സാധിച്ചേക്കാം. വയോധികനായ അയത്തുള്ള അലി ഖാംനെ, 86 വയസ്സുള്ള അലി ഖാംനെ ബോംബിട്ട് കൊന്നു കളഞ്ഞു. അപ്പോ നിങ്ങൾക്ക് കൊല്ലാൻ സാധിച്ചേക്കാം, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ കീഴടക്കാൻ സാധിക്കില്ല എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ അമേരിക്കക്കും ഇസ്രായേലിനും ഇറാനിയൻ ജനത നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ സൈനബിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമുണ്ട്. ഞങ്ങളെ തടവിലിട്ടാലും ഞങ്ങളെ കൊന്നുകളഞ്ഞാലും ഞങ്ങളെ ഓർമ്മകളെ, ഞങ്ങളെ സന്ദേശത്തെ നിങ്ങൾക്ക് മായ്ക്കാൻ കഴിയില്ല എന്ന് സൈനബ് പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ആ സന്ദേശമാണ് ഇറാനിയൻ ജനത ഇപ്പോ ആയത്തുള്ള അലി ഖാമനയുടെ വിലാപയാത്രയിൽ ഈ ജനലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് ലോക രാജ്യങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ആയത്തുള്ള അലി ഖാംനി